ാണ് ഗോപി കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഗോപി, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇസ്രായേലിന്റെ ഈ പദ്ധതി അത് സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ പൂർണ്ണമായും ടെഹ്റാനിനെ കേന്ദ്രീകരിച്ച് ടെഹ്റാനിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണത്തിലേക്കാണ് അവർ നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണത്തിലടക്കം ടെഹ്റാനെ പൂർണ്ണമായും ഒഴിപ്പിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ പദ്ധതി എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. അതിനെ ശരിവെക്കുന്ന നിലത്തിൽ ഇപ്പോൾ ഇറാന്റെ ആക്രമണത്തിന്റെ ഒരു സ്വഭാവം നോക്കൂ, അത് അമേരിക്കയുടെ പല കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിൽ തിരിച്ച് ഇസ്രായേലിന്റെ കാര്യം പറയുമ്പോൾ അവർ ടെഹ്റാനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തുന്നു എന്നതിലൂടെ സ്വാഭാവികമായും പൂർണ്ണമായും ഇറാനെ നിരായുധീകരിക്കുക അല്ലെങ്കിൽ ഇറാന്റെ നിലവിലുള്ള സാഹചര്യത്തെ പൂർണ്ണമായും മാറ്റുക എന്നതാണോ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്? അസിത, ഈ യുദ്ധത്തിന്റെ ദിശ എങ്ങോട്ടാണ്, എന്താണ് ഇനി വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രവചിക്കാനോ അതിലേതെങ്കിലും ഒരു തരത്തിൽ നിഗമനത്തിലെത്താനോ കഴിയാത്ത തരത്തിൽ സങ്കീർണമായി സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിലൊന്നാണ് അസിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ, യുദ്ധം തുടങ്ങിയത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ അത് നിർത്തലാക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഇറാൻ നടത്തുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഇറാനെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയതാണ് ഇസ്രയേലും അമേരിക്കയും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രണ്ട് രാഷ്ട്രങ്ങളുടെയും ഉള്ളിലിരിപ്പ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ നാളിൽ തന്നെ ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുള്ള അൽ ഖമനയെ കൊലപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വിജയത്തിൻ്റെ ഒരു ഭാഗത്തെത്തിയിരിക്കുന്നു എന്ന അവകാശവാദമാണ് ഇസ്രയേലും അമേരിക്കയും മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം രൂപപ്പെട്ടിരിക്കുന്നത് അസിത, ഇറാനകത്തെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന കാര്യത്തിൽ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് അവരുടെ സുപ്രീം കമാൻഡറെ അല്ലെങ്കിൽ ഒരു സുപ്രീം ലീഡറെ, പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ അവർ അയത്തുള്ള അലി റസ അറഫെ ആ പദവിയിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഘട്ടത്തിൽ ഭരണ നേതൃത്വത്തിലേക്ക് താൽക്കാലികമായ ഭരണ ചുമതല നൽകുന്ന ആ പദവിയിലേക്ക് കൊണ്ടുവരികയും ഇനി അടുത്ത പരമോന്നത നേതാവ് ആരാണ് എന്ന കാര്യത്തിൽ അവർക്ക് ഇനി ഒരു തിരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ അത് കണ്ടെത്തേണ്ട ആ പ്രോസസ്സിലേക്ക് കടക്കുകയും ചെയ്യണം. പക്ഷെ അതിനുള്ളൊരു സാവകാശത്തിലേക്ക് അവർക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് തീരുമാനിക്കേണ്ടത് 88 അംഗ അസംബ്ലി ഓഫ് എക്സ്പേർട്സ്, വിദഗ്ധരുടെ ഒരു സമിതിയാണ് ആ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. അതിൽ തന്നെ അത് വളരെ സങ്കീർണമാണ് ആ പ്രോസസ്സ്. കാരണം അവിടെ ഒരു ഗാർഡിയൻ കൗൺസിലുണ്ട് 12 അംഗങ്ങളുള്ള. അതിൽ ഈ ഗാർഡിയൻ കൗൺസിലിലെ തന്നെ 6 അംഗങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത് അയത്തുള്ള അലി ഖംനെയിയാണ്. മറ്റ് 6 അംഗങ്ങൾ സുപ്രീം കോടതി തീരുമാനിക്കുകയും പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടിയുള്ള 6 അംഗങ്ങളാണ്. അപ്പോൾ ഗാർഡിയൻ കൗൺസിൽ അവിടെയുണ്ട് 12 അംഗങ്ങളുടെ, 88 അംഗ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഉണ്ട്. അതിൽ തന്നെ ഒരു വിഭാഗമാണ് ഇതിൽ ആരുടെ പേരുകളൊക്കെയാണ് പരിഗണിക്കേണ്ടത് എന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇവർ കൂടിയാലോചിക്കുകയും ഇത് വളരെ ഒരു രഹസ്യ സ്വഭാവത്തിലാണ് പരമോന്നത നേതാവിനെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങളുള്ളത്. അതിന് സമയം ആവശ്യമാണ്. അതിനെല്ലാവരും ഒരുമിച്ചിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രത്യാക്രമണമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇറാന്റെ സൈനിക നീക്കങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഭരണതലത്തിൽ ഇറാനകത്ത് 2 അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടോ? അതായത് സമാധാനത്തിൻ്റെ വഴികൾ ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് നല്ലതാണ് എന്ന് കരുതുന്ന വിഭാഗവും, അതോടൊപ്പം തന്നെ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ നേതാവിനെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു മാർട്ടിയഡം, അവിടെ ഒരു നമ്മുടെ നേതാവ് രക്തസാക്ഷിത്വം വരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തിരിച്ചടിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വഴി എന്ന നിലപാടുള്ള ആളുകളുണ്ട്. പക്ഷേ ഏതായാലും ഒരു കാര്യത്തിൽ ഇറാൻ ഭരണകൂടത്തിന് സംശയം വേണ്ട, ഇറാൻ ജനത ഒറ്റക്കെട്ടായി ഈ ഘട്ടത്തിൽ അവരുടെ ദേശീയബോധം ഉണർന്നിട്ടുണ്ട്. അതുകൊണ്ട് മറ്റെല്ലാ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും മാറ്റിവെച്ച് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ഇറാൻ ജനത ഒന്നായ ഭരണകൂടത്തിന് പിന്നിലുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കണം ഇനിയുള്ള അങ്ങോട്ടുള്ള സ്ട്രാറ്റജി എന്ന കാര്യം തീരുമാനിക്കുന്നതിൽ ഇറാനകത്ത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിൽ ഈ IRGCയുടെ തലപ്പത്തേക്ക് അഹമ്മദ് വാഹിദി എന്ന ഇറാന്റെ മുൻ ആഭ്യന്തര പ്രതിരോധ മന്ത്രി ആ ചുമതലയിലേക്ക് വന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രത്യാക്രമണങ്ങളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ആശയക്കുഴപ്പമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും കഴിഞ്ഞ 37 വർഷമായി ഇറാന്റെ പരമോന്നത പദവിയിലുണ്ടായിരുന്ന അയത്തുള്ള അൽ ഖമനയി രൂപപ്പെടുത്തിയെടുത്ത ഒരു സൈനിക സംവിധാനം ഇറാനുണ്ട്. നമുക്കറിയാം 1979 നടന്ന ഇസ്ലാമിക വിപ്ലവ കാലത്ത് അന്ന് ഖൊമൈനി അവരുടെ നേതാവായി ഉയർന്നു വരുമ്പോൾ അന്ന് ചെറുപ്പക്കാരനായ അയത്തുള്ള അൽ ഖംനെയിയാണ് ഇറാന് പിന്നീട് അങ്ങോട്ടുള്ള സൈനിക ശക്തി, ഇറാന്റെ ഒരു പാരാമിലിറ്ററി ഫോഴ്സിനെയും മിലിറ്ററി ഫോഴ്സിനെയും സൈന്യത്തെയും പാരാമിലിറ്ററി സംവിധാനങ്ങളും ഒക്കെ ശക്തിപ്പെടുത്തി ഇറാന്റെ സൈനിക സംവിധാനത്തിനൊരു രൂപം കൊടുത്തെടുക്കുകയും ചെയ്തതിൻ്റെ ശില്പി എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട അയത്തുള്ള അൽ ഖമനയാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ഭരണതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ഇൻടാക്റ്റ് ആയിട്ടുള്ള കുറ്റമറ്റ ഒരു സൈനിക സംവിധാനം ഇറാനുണ്ട്. അതിൻ്റെ കരുത്തെന്ന് പറയുന്നത് മിസൈൽ ശക്തിയാണ്.
അതുകൊണ്ട് എവിടെ നിന്നും ഇറാന് അതിവേഗം മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ട് രാഷ്ട്രങ്ങൾക്കെതിരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കാൻ കഴിയും ഇറാന്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരൊറ്റ പ്രശ്നം അസിത ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, ഇറാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞത് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ്, ഞങ്ങൾ ഉന്നം വെക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനികരെയാണ്, അതിനപ്പുറത്തുള്ള മറ്റ് ഏതെങ്കിലും ഒരു ജനവാസ മേഖലയോ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തെയോ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണവും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ സൈനിക ക്യാമ്പിലെ ആളുകളൊക്കെ ഒഴിഞ്ഞു പോവുകയും അവർ ജനവാസ മേഖലകളിൽ ഒളിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ അവർ അവിടെ ഹ്യൂമൻ ഷീൽഡ്, മനുഷ്യരെ കവചമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് എന്ന ആരോപണമായിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചതെങ്കിൽ ഇന്ന് ഇറാൻ അത്തരം നോൺ മിലിറ്ററി ടാർഗറ്റ്സിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു ഉദാഹരണമാണ് ദുബൈയിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ സൗദിയിലെ ഒരു എണ്ണ കമ്പനിക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണം. അങ്ങനെ നോൺ മിലിറ്ററി ആയിട്ടുള്ള ടാർഗറ്റ്സിലേക്ക് ഇറാന്റെ പ്രത്യാക്രമണം നീളുന്നു എന്ന് പറഞ്ഞാൽ അത് കുറെ കൂടി സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ യുദ്ധത്തെ കൊണ്ടെത്തിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. കാരണം സൗദി ഇതിനോടകം തന്നെ പറഞ്ഞു, സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ആയുധമെടുക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ തങ്ങളുടെ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണെങ്കിൽ പോലും അങ്ങനെ ഒരു യുദ്ധ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഗൾഫ് മേഖലയിലെ ഇറാനോട് അനുഭാവം പുലർത്തുമായിരുന്ന രാഷ്ട്രങ്ങൾ പോലും ഇപ്പോൾ ഇറാനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ആ ഒരു സങ്കീർണ സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലും നിലവിൽ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കേണ്ട കനത്ത രീതിയിൽ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമാധാന ശ്രമങ്ങൾക്കുള്ള ഒരു നീക്കവും ഈ ഘട്ടത്തിൽ നടക്കുന്നില്ല. ഒരൊറ്റ കാര്യം കൂടി അസിത ഞാൻ ഒരു റിപ്പോർട്ടായി പറയാനുള്ള, അയത്തുള്ള അൽ റസ അറഫൈ, അതായത് ഇപ്പോൾ ഈ ഇടക്കാല ഭരണ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്ന ആൾ കൂടി കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള ചില വാർത്തകൾ ഇടയ്ക്ക് വന്നിരുന്നു, ചില അഭ്യൂഹങ്ങളായി വന്നിരുന്നു. ആ കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഏതായാലും ഇറാന്റെ ഭരണ നേതൃത്വത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണം ശക്തമായി തുടരുന്നു. പ്രത്യാക്രമണവും അതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.